അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഡോക്ടർ മുഹമ്മദ് ഷിബിലിയാണ്. നിങ്ങളിപ്പോൾ ഈ വീഡിയോ സെലക്ട് ചെയ്തത് കാണാൻ വേണ്ടി തീരുമാനിച്ചത് എന്തെങ്കിലും ഉറക്കം കൊണ്ടുള്ള ബുദ്ധിമുട്ടുകൊണ്ടായിരിക്കുമല്ലോ. എന്നാൽ നമുക്ക് ആ ഉറക്കം കൊണ്ടുള്ള ബുദ്ധിമുട്ടൊക്കെ തീർക്കാം. ഞാൻ അതിനുള്ള വഴികളും എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഇങ്ങനെ ഉറക്കം വരാത്തതെന്നൊക്കെ പറഞ്ഞുതരാം. പ്രധാനമായിട്ട് ഈ ഒരു കാര്യം പറയുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഒരു ഹോർമോണിനെ കുറിച്ചാണ്. മെലാറ്റോണിൻ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ബ്രെയിനിൻ്റെ അകത്ത് പിനിയൽ ഗ്രന്ഥി എന്ന് പറഞ്ഞിട്ട് ഒരു ഗ്രന്ഥിയുണ്ട്. അത് ഉണ്ടാക്കുന്ന ഒരു ഹോർമോണാണ് മെലാറ്റോണിൻ. ഈ മെലാറ്റോണിൻ നമ്മളെ ബോഡിയിൽ കറക്റ്റ് പ്രൊഡ്യൂസ് ചെയ്തിട്ടില്ലെങ്കിൽ അത് തന്നെയാണ് നമുക്ക് ഉറക്കം കിട്ടാത്തതിൻ്റെ പ്രധാനപ്പെട്ട കാരണം. അപ്പോൾ ഈ മെലാറ്റോണിൻ്റെ പ്രൊഡക്ഷൻ അത് ഉണ്ടാവുന്നതിനെ ബാധിക്കുന്ന കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മൾ ശരിക്കും നോക്കിയിട്ട് അത് അങ്ങോട്ട് ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കുക. പിന്നെ ഞാൻ അതിൻ്റെ അവസാനം ഈ മെലാറ്റോണിൻ്റെ പ്രൊഡക്ഷൻ കൂട്ടാൻ വേണ്ടി കഴിക്കാൻ പറ്റിയ മെലാറ്റോണിൻ കൂടുതലുള്ള ഫുഡുകൾ എന്തൊക്കെയാണെന്നുള്ളതും പറഞ്ഞുതരാം. അത് അവസാനം പറഞ്ഞുതരാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ മെലാറ്റോണിൻ എന്ന് പറയുന്ന ഹോർമോൺ ഉണ്ടാവണമെങ്കിൽ നമ്മുടെ ശരീരത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടണമെങ്കിൽ അതിന് നല്ല ഡാർക്ക്നെസ് അത്യാവശ്യമാണ്. ഡാർക്ക്നെസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇരുട്ട്, പ്രത്യേകിച്ച് നമ്മൾ റൂമിലൊക്കെ നല്ല ഇരുട്ട് വേണം എന്നുള്ളതാണ് ഇതിന് പ്രധാനപ്പെട്ടത്. ഈ വൈകുന്നേരമായി സൂര്യൻ്റെ വെളിച്ചമൊക്കെ പോയി കഴിഞ്ഞ് ഈ ബോഡി ഇങ്ങനെ ഇരുട്ടിനോട് നമ്മളെ കണ്ണിലേക്ക് കൂടുതൽ വെളിച്ചമൊന്നും വരുന്നില്ല. ഒരു 8-9 മണിയാകുമ്പോഴാണ് ഈ മെലാറ്റോണിൻ്റെ പ്രൊഡക്ഷൻ ഇങ്ങനെ കൂടി വരിക. പിന്നെ ഒരു രാത്രി 2 മണിയൊക്കെ ആകുമ്പം അത് ഭയങ്കര പീക്കിലെത്തും. നല്ല ലെവലിൽ മെലാറ്റോണിൻ ഉണ്ടാവും. പിന്നെ അത് ഇങ്ങനെ കുറഞ്ഞ് രാവിലേക്ക് കുറഞ്ഞ് വരുമ്പോൾ നമ്മൾ ഉണരുകയും ചെയ്യും. ഇങ്ങനെയാണ് ഇതിൻ്റെ പരിപാടി എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ചെയ്യുന്ന പരിപാടി എന്താ? രാത്രി നമ്മൾക്കിപ്പോൾ എല്ലായിടത്തും എന്താണ് ഭയങ്കര വെളിച്ചമാണല്ലേ വീട്ടിലൊക്കെ. ആ വെളിച്ചം നമ്മൾ ഈ മെലാറ്റോണിൻ്റെ പ്രൊഡക്ഷൻ കുറയും. പിന്നെ ഏറ്റവും വലിയ പ്രശ്നം നമ്മൾ ഈ ഉറക്കം വരാനുള്ള പ്രശ്നം എന്ന് പറയുന്നത് ബ്ലൂ ലൈറ്റ് ഉണ്ടല്ലോ. നമ്മൾ മൊബൈലിലത്തെ സ്ക്രീനിൽ നിന്ന് ഒരു നീല ടച്ചുള്ള ലൈറ്റാണ് നമ്മൾക്ക് എപ്പോഴും സ്ക്രീനിൽ നിന്ന് വരുന്നത്, ഒരു ബ്ലൂ ലൈറ്റ്. ഈ ബ്ലൂ ലൈറ്റ് മെലാറ്റോണിൻ്റെ പ്രൊഡക്ഷൻ കുറയ്ക്കാൻ വേണ്ടിയിട്ട് നല്ല പ്രശ്നക്കാരനാണ്. കാരണം എന്താ, ഈ ബ്ലൂ ലൈറ്റ് ഇങ്ങനെ കണ്ണിലേക്ക് അടിക്കുമ്പോൾ നമ്മൾ ബ്രെയിൻ വിചാരിക്കണം എന്താ ഇപ്പോഴും രാത്രി ആയിട്ടില്ല എന്ന്. അപ്പോൾ എന്ത് സംഭവിക്കും? മെലാറ്റോണിൻ വേണ്ട, രാത്രി ആയിട്ടില്ല, ഉറങ്ങാൻ സമയമായിട്ടില്ലല്ലോ. അപ്പോൾ രാത്രി വേണ്ട, മെലാറ്റോണിൻ വേണ്ട എന്ന് പറഞ്ഞിട്ട് മെലാറ്റോണിൻ്റെ പ്രൊഡക്ഷൻ അങ്ങോട്ട് കുറയും. അപ്പോൾ നമ്മൾ എത്ര കിടന്നാലും ഈ ഫോണിൽ ഇങ്ങനെ നോക്കിയിരിക്കുകയാണെങ്കിൽ ഉറക്കത്തിൻ്റെ ഒരു പൊടി പോലും വരില്ല എന്നുള്ളതാണ്. അപ്പോൾ ഉറക്കം കിട്ടാത്തവർ ആദ്യം തന്നെ ഒഴിവാക്കേണ്ടത് ഈ മൊബൈലിൻ്റെ യൂസാണ്. നമ്മൾ ഉറങ്ങുന്നതിൻ്റെ 1 മണിക്കൂറൊക്കെ ഏകദേശം മുന്നായിട്ട് മൊബൈലിൻ്റെ യൂസിങ് കുറച്ച് വെക്കണം. എന്നാലേ ഉറക്കം ശരിക്കും വരുള്ളൂ. പിന്നെ നമുക്ക് അറിയുന്ന പോലെ റൂമിൽ മാക്സിമം ഇരുട്ടുണ്ടാക്കുക. നമ്മൾ പുറത്ത് റോട്ടിലുള്ള വെളിച്ചങ്ങളൊക്കെ ഉള്ളിൽ അടിക്കും. അതിനൊക്കെ ഒഴിവാക്കാൻ വേണ്ടി റൂമിൽ കർട്ടനൊക്കെ നന്നായിട്ടിട്ട് കിടന്നിട്ട് ഞാൻ ഈ പറയുന്ന പോലെ ഒന്ന് ചെയ്ത് നോക്കിയേ, നല്ലൊരു സുഖത്തിൽ ഉറക്കങ്ങനെ വരും എന്നുള്ളത്. 2 കാര്യങ്ങൾ നമുക്ക് ചെയ്യാം. അതിൽ ഒന്നാമത്തത് തീരെ ഇൻട്രസ്റ്റിംഗ് അല്ലാത്തൊരു പുസ്തകം എടുത്തിട്ട് അതിങ്ങനെ വായിക്കുക. കിടന്നിട്ട് വായിക്കുമ്പോൾ നമ്മൾ അതിലിങ്ങനെ ബോറടിച്ച് എന്ത് ചെയ്യും? ഉറങ്ങിപ്പോവും. ബ്രെയിനിന് ഇങ്ങനെ ലോഡ് വരുമ്പോൾ അത് ഇടാതെ വായിക്കുക. അപ്പോൾ എന്ത് ചെയ്യും? ഉറങ്ങിപ്പോകും എന്നുള്ളതാണ്. പിന്നെ ഒരു വേറെ ട്രിക്ക്, കിടന്നിട്ട് കണ്ണടച്ചിട്ട് ശ്വാസം ഇങ്ങനെ എടുത്തിട്ട് എന്ത് ചെയ്യുക? മെല്ലെ ഇങ്ങനെ ശ്വാസം എടുത്തിട്ട് ബാക്കിലേക്ക് 100 ബാക്കിലേക്ക് എണ്ണുക. ഏതുപോലെ 100, 99, 98, 97 എന്നിങ്ങനെ മനസ്സിലെണ്ണുക. വായോണ്ട് എണ്ണണ്ട, മനസ്സിലെണ്ണുക. വായോണ്ട് എണ്ണീണെങ്കിൽ അപ്പുറത്തുള്ള പെണ്ണുങ്ങൾ ചവിട്ടി പുറത്താക്കും. അപ്പോൾ എന്താ ചെയ്യുക? മനസ്സിലെണ്ണിയാൽ മതി. മനസ്സിലിങ്ങനെ എണ്ണിയിട്ട് കുറച്ച് നേരം ഇങ്ങനെ കിടക്കുമ്പോൾ കുറച്ച് ഇങ്ങനെ ബാക്കിലേക്ക് എത്തുമ്പോൾ ഉറങ്ങി ഇങ്ങനെ പോകും. കാരണം ഈ ബാക്കിലേക്ക് എണ്ണുക എന്ന് പറഞ്ഞാൽ ബ്രെയിനിന് കുറച്ച് പണിയുള്ള പരിപാടിയാണ്. അപ്പോൾ ബാക്കിലേക്ക് എണ്ണുമ്പോൾ എന്ത് ചെയ്യും? പണിയെടുക്കുമ്പോൾ ബ്രെയിൻ ഇങ്ങനെ ക്ഷീണിച്ച് ഉറങ്ങിപ്പോകും എന്നുള്ളതാണ്. പിന്നെ പ്രധാനപ്പെട്ട ഉറക്കം പോകാനുള്ള കാരണം സ്ട്രെസ്സ്, ടെൻഷനാണ്. ഈ ടെൻഷൻ കുറക്കാനുള്ള വഴി നോക്കുക എന്നുള്ള. ടെൻഷനാണ് നിങ്ങളെ പ്രശ്നമെങ്കിൽ അതിന് വേണ്ടിയിട്ട് കൗൺസിലിങ്ങോ അതെന്താണെന്ന് വെച്ചാൽ അതിലേക്ക് നമ്മൾ പോകുക എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ നേരത്തെ അവസാനം പറയാമെന്ന് പറഞ്ഞാൽ ഫുഡിൻ്റെ ലിസ്റ്റുകൾ ഞാൻ പറഞ്ഞുതരാം. ഈ ഫുഡുകൾ നിങ്ങൾ ഭക്ഷണത്തിൽ ശീലാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ നമ്മൾ ഈ ഉറക്ക ഗുളിക കുടിക്കുന്നതൊക്കെ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. അതിന് പകരമായിട്ട് ഈ ഫുഡുകൾ കൂടുതൽ കഴിക്കുമ്പോൾ മെലാറ്റോണിൻ ഉള്ളിലേക്ക് ചെല്ലും. അപ്പോൾ ഏതൊക്കെയാണ് ഫുഡ്? നമുക്ക് മെലാറ്റോണിൻ കിട്ടാൻ വേണ്ടി ഏറ്റവും ബെസ്റ്റ് സാധനം മുട്ടയാണ്. എന്നും ഒരു മുട്ട കഴിക്കുന്നത് ശീലാക്കി നോക്കിയേ. ഈ മെലാറ്റോണിൻ നമ്മളെ ശരീരത്തിൽ കൂടി വരും, ഉറക്കത്തിന് ബുദ്ധിമുട്ട് പോകും. പിന്നെ അതേപോലെ തന്നെയാണ് മിൽക്ക്, പാല് കുടിക്കുന്നതും. 1 ഗ്ലാസ് പാല് കുടിക്കുന്നത് ശീലാക്കുന്നു. പിന്നെ മീനുകളിൽ 2 മീനാണ് പ്രധാനമായിട്ടും മെലാറ്റോണിൻ നല്ലതുള്ളതായിട്ട് പറയണത്. ഒന്ന് കോര ഉണ്ടല്ലോ, ചുവന്ന കോര. ആ കോര നല്ലതാണ്. പിന്നെ രണ്ടാമത്തത് മത്തിയാണ്. മത്തിയിൽ നന്നായിട്ട് മെലാറ്റോണിൻ ഉണ്ട്. പിന്നെ നട്ട്സിൽ ഒരുപാട് മെലാറ്റോണിൻ ഉണ്ട്. എല്ലാ നട്ട്സിലും ഉണ്ട്. എന്നാലും പിസ്തയിലും ആൽമോണ്ട്സ്, നമ്മുടെ ബദാമിലൊക്കെയാണ് നന്നായിട്ട് ഈ മെലാറ്റോണിൻ ഉള്ളത്. പിന്നെ പഴം, ചിക്കൻ, ഇതിലൊക്കെ ഒരുപാട് മെലാറ്റോണിൻ ഉള്ളതായിട്ട് പറയപ്പെടുന്നുണ്ട്. അപ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ കുറച്ച് ഫുഡുകളില്ലേ, എഗ്ഗ്, മുട്ട, പാല്, മത്തിയും കോരയും നട്ട്സും, ഏതൊക്കെയും പിസ്ത, ബദാം, ഈ 4-5 സാധനങ്ങൾ നിങ്ങൾ ശീലാക്കിയാൽ തന്നെ ആവശ്യത്തിന് മെലാറ്റോണിൻ നമുക്ക് കിട്ടും എന്നുള്ളതാണ്. അതൊക്കെ ഒന്ന് നമ്മൾ എന്ത് ചെയ്യുക? കിടക്കുന്നതിൻ്റെ മുന്നേക്കായിട്ട് കഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. ഇങ്ങനെയൊക്കെ ശ്രദ്ധിച്ചിട്ടും നിങ്ങൾക്ക് ഉറക്കം കിട്ടണമെന്നില്ല എന്നാണെങ്കിൽ നല്ല ട്രീറ്റ്മെൻറ്റ് നമ്മൾ ഹോമിയോപ്പതിയിലുണ്ട്. ഈ ഉറക്കമില്ലായ്മയ്ക്ക് അടുത്തുള്ള ഹോമിയോ ഡോക്ടറെ കണ്ടിട്ട് ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ നല്ല മെഡിസിൻസ് നിങ്ങൾക്ക് തന്നിട്ട് ഇതിനൊരു പരിഹാരം ഉണ്ടാക്കി തരും എന്നുള്ളതാണ്. ഇനി നമ്മളെ കോൺടാക്ട് ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാട്ടോ. ഓൺലൈൻ കൺസൾട്ടേഷനും ഇവിടെ വന്നിട്ടുള്ള കൺസൾട്ടേഷനൊക്കെ ഉണ്ട് ഞങ്ങൾ സൗകര്യം പോലെ കേട്ടോ. അപ്പോൾ ഉറക്കമില്ലാതെ
അത് ആരൊക്കെ ബുദ്ധിമുട്ടുന്നുണ്ടോ അവർക്കൊക്കെ ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അസ്സലാമു അലൈക്കും.